കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ റെഡിയാണോ? ആരോ റെഡി? ഒരു യെസ് അടിച്ചേ വെറുതെ ചാറ്റ് ബോക്സിൽ. റെഡി ഫോർ ദാറ്റ്? യാ, ഓക്കെ. രാവിലെ ഉറക്കത്തിന്റെ ആ ചടവൊന്നും പോയിട്ടില്ലേ? അങ്ങനെ അല്ലെ, നമ്മൾ സാധാരണ എങ്ങനെയാണ്, അത്താഴം കഴിഞ്ഞ് ഒന്ന് കിടക്കും, ആ കിടത്തം വല്ലാത്തൊരു കിടത്തേക്കാണ്, പിന്നെ എണീക്ക മിക്കവാറും 9 മണിക്ക് കഴിക്കാറ്. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ ചീറി ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറെ പേര് മിക്കവാറും ആ കിടക്കപ്പായി കിടന്നായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. അവിടെ ഓണാക്കിയിട്ട് കണ്ട് കേൾക്കുന്നുണ്ടോ പഠിച്ചവനെ അറിയാം. ആ നോന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നോക്കാം. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഗുഡ്. ഓക്കെ, ഓക്കെ. ഐ എക്സ്പെക്ട് ഇറ്റ് ടു ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഓക്കെ, ഗുഡ്, ഗുഡ്. ശരി, ശരി. ഓക്കെ, ഞാൻ ആ PPT-യിലേക്ക് പോകുന്നു. നമുക്ക് എന്താണ് ജിയോടെക്കിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, സോ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ, ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് വേണ്ടത് സോയിൽ ഫോർമേഷന്, സോയിൽ ടൈപ്പ്, അതുപോലെ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, സോയിലിന്റെ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. സോയിൽ ഫോർമേഷൻ എങ്ങനെയാണോ ഈ സോയിൽ ഫോം ചെയ്യുന്നത്? എനി ഐഡിയ? മൈക്കോണാക്കിയും പറയാട്ടോ, സോയിൽ എങ്ങനെ ഫോം ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് പറഞ്ഞ് എങ്ങനെ സോയിൽ ഫോം ചെയ്യുന്നത്? യു ഹാവ് എനി ഐഡിയ? സോയിൽ എങ്ങനെയാ ഫോം ചെയ്യുന്നേ? ആരുമില്ലേ? എടാ, എങ്ങനെയാടാ സോയിൽ ഉണ്ടാവുന്നത്? മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങൾ ഒരുപാട് പ്രാവശ്യത്ത് കേട്ട് കണ്ട് അറിയുന്ന സാധനമാണല്ലോ. ആ ബ്രേക്ക് ഡൗൺ ഓഫ് റോക്സ്, ഷഹാന ഷഫ്രീൻ, വെരി ഗുഡ് അല്ലെ? ബ്രേക്ക് ഡൗൺ ഓഫ് റോക്ക്, പാറ പൊടിഞ്ഞിട്ടില്ലേ? അതിനെന്തെങ്കിലും പേരുണ്ടോ ഈ ബ്രേക്ക് ഡൗണ്? ആ യെസ്, എക്സാക്ട്ലി, നിഷാന, ഗുഡ്, ഗുഡ്. ആ റിൻഷ, വെരി ഗുഡ്. ഷിബിലി, ഗുഡ്, ഗുഡ്. വെതറിങ് അല്ലെ? വെതറിങ് കാരണമാണ് എന്ന്. ആ വെതറിങ്ങിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക ചില ആളുകൾ. ഓക്കെ, ഗുഡ്. എനിവേ, അപ്പൊ വെതറിങ് ആണ് അല്ലെ? അപ്പൊ അതാ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ള എങ്ങനെയാണ് മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നത് അല്ലെ? ആ മണ്ണ് പല ടൈപ്പ് ഓഫ് സോയിൽ അറിയാം നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞേ. ഏതൊക്കെ തരം മണ്ണുകളുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന മണ്ണ്? നിങ്ങൾ സാധാരണ നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് പറഞ്ഞാൽ മതി. എന്താ അറിയാം? അലൂവിയൽ, ഓക്കെ, ഗുഡ്. സെന്നു, ഗുഡ്. ലാറ്ററൈറ്റ്, ഓക്കെ, ഗുഡ്. ക്ലേ, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് പഠിക്കാനുള്ള ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അധികം ഒന്നും പഠിപ്പിക്കേണ്ടി വരില്ല തോന്നുന്നു. ക്ലേ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നമ്മളെ ഈ കിണർ കുടിക്കുന്ന സമയത്ത് ഒരു മഞ്ഞ കളർ ഒരു മണ്ണ് കാണില്ല, അതിന്റെ പേരെന്താ? നമ്മൾ അതിന്റെ മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി. ഇംഗ്ലീഷ് മിക്കവാറും അറിയാൻ ചാൻസ് ഇല്ല അതിന്റെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേരെന്താ? ആ ചവിടി മണ്ണ്. യെസ്, വെരി ഗുഡ് സൽമാൻ, ഗുഡ്, വെരി ഗുഡ്. അതൊരു ടൈപ്പ് സോയിലാ അല്ലേ? നമ്മുടെ ചവിടി മണ്ണ് പറയല്ലേ, ഒരു മഞ്ഞ കളർ, അതുപോലെ ഒരു വെള്ള കളറും ഉണ്ടാവും, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പ് സോയില്. നമുക്ക് അതൊക്കെ പഠിക്കാണ്ട് കേട്ടോ. അതിനെ സൽമാൻ അതിനെ നമ്മൾ സാധാരണ പറയാറ് യെല്ലോ ക്ലേ ആണ്. അതൊരു ക്ലേ ആണ്, യെല്ലോ ക്ലേ, മഞ്ഞ ക്ലേ. ഓക്കെ, എങ്ങനെ അതിനെ പറയാം? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹസീബ് എന്ത് കൈ പൊയ്ക്കോ ഹസീബ്? ഓക്കെ, ഗുഡ്, യെസ്. അപ്പോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ എന്താന്ന് നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിൽ ഉള്ളത് ആ സോയിലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ സോയിലിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. പല ടൈപ്പിൽ സോയിലിനെ ക്ലാസിഫൈ ചെയ്യാം, അത് എങ്ങനെയാ. പിന്നെ പെർമബിലിറ്റി എന്ന് പറയുന്ന സോയിലിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മള് സോയിലിൽ വെള്ളം ഒഴിച്ചാൽ താഴോട്ട് പോകും അല്ലെ? ആ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് പഠിക്കുന്നതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ. ആൻഡ് തേർഡ് മൊഡ്യൂളില് സോയിലിനകത്ത് വരുന്ന സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. സോയിലിൽ സ്ട്രെസ് വരും, നമ്മൾ ലോഡ് കൊടുക്കുന്നില്ല. കാരണം എന്തിനാ ഈ സോയിലിനെ പറ്റി പഠിക്കുന്നത്? നമുക്ക് ഈ സോയിലിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം, സിവിൽ എഞ്ചിനീയർക്ക് അതിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്, നമ്മൾ കൊണ്ടുവയ്ക്കുന്ന എല്ലാ സ്ട്രക്ചറും, ബിൽഡിംഗ് ആയാലും ബ്രിഡ്ജ് ആയാലും ഈ ഡാം ആയാലും എല്ലാം കൊണ്ടുവന്നിക്കുന്നത് മണ്ണിന്റെ മുകളിലാണ്, സോയിലിന്റെ മുകളിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് ആ സ്ട്രക്ചേഴ്സ് സോയിലിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് കാരണം ഒരു സ്ട്രെസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ സ്ട്രെസ്സിനെ പറ്റി പഠിക്കണം. അതാണ് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്, അബൌട്ട് ദി സ്ട്രെസ് ഇൻ സോയിൽ. ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് ഓക്കെ പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ യെസ്, ഗുഡ്. സഫ്വാൻ അവിടെ ഉണ്ടോ? മുഹമ്മദ് സഫ്വാൻ അവിടെ ഉണ്ടോ? ഒന്ന് മൈക്കോൺ ആക്കിയോ സഫ്വാന്. മുഹമ്മദ് സഫ്വാൻ പി. യെസ് സർ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, ശരി, മൈക്കോൺ ഓഫ് ചെയ്തോ കേട്ടോ. ഗുഡ്, ഓക്കെ.
അപ്പൊ അതാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ. നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് കൺസോൾട്ടേഷൻ ഓഫ് സോയിൽ ആൻഡ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഈ പുതിയ റോഡ് ഉണ്ടാക്കുമ്പോഴേ അവിടുത്തെ മണ്ണ് നമ്മൾ എഞ്ചിൻ കൊണ്ട് അല്ലെ റോളർ കൊണ്ട് ഇങ്ങനെ ടൈറ്റൻ ചെയ്യാറുണ്ട്. നമ്മൾ അതിന് പറയുന്ന കോമ്പാക്ഷൻ ആണ്. സോയിലിനെ കംപ്രസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സാണ് ഇത്, കൺസോൾട്ടേഷൻ, കോമ്പാക്ഷൻ. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ റോഡിൽ എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ റോളർ ഉപയോഗിക്കുന്നത് അല്ലെ, എഞ്ചിൻ വണ്ടി അറിയില്ല നമ്മുടെ പപ്പു പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്താണ്, അതിനെ പറ്റിയാണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കുക. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ, അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഷിയർ സ്ട്രെങ്ത്, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ്. ഈ മണ്ണിടിച്ചിൽ നമുക്ക് ഒരുപാട്, നമ്മൾ ഈ അടുത്തായിട്ട് ഒരുപാട് കേട്ടൊരു സാധനമാണ് മണ്ണിടിച്ചിൽ. വെള്ളപ്പൊക്കം, ഫ്ലഡ്, അതിന്റെ കൂടെ തന്നെ കുറെ സോയിൽ ഇറോഷൻ, മണ്ണിടിച്ചിൽ അല്ലെ, ഒരുപാട് ഉരുൾപൊട്ടലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലം ഓർമ്മയുണ്ടോ അങ്ങനെ കഴിഞ്ഞ തവണ മണ്ണിടിച്ചിൽ ഉണ്ടായ? നിങ്ങളുടെ ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്റെ സ്ഥലം അതേതാ സ്ഥലം? കവളപ്പാറ, നിലമ്പൂർ അല്ലെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഗുഡ്. നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട്. ഗുഡ്. അപ്പൊ അത് എന്താണ് അങ്ങനെ പൊളിഞ്ഞു വീഴാനുള്ള കാരണം എന്താണ്, അതൊക്കെയാണ് നമുക്ക് ആ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആ സോയിലിന്റെ സ്ട്രെങ്ത്, അതെങ്ങനെയാണ് പൊളിഞ്ഞു വീഴുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. കോട്ടക്കുന്ന്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കോട്ടക്കുന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷൻഹ, എന്തുപറ്റി? ഷൻഹയുടെ കണ്ണിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, എന്താണാവോ? ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 5 മൊഡ്യൂളിലായിട്ട് ജിയോടെക്നിക്കൽ എഞ്ചിനീയർ എന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഇടുന്നത് നിങ്ങളുടെ KTU പറഞ്ഞ മെത്തേഡാണ്. അറിയാവുന്ന സാധനമാണ്, എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അറ്റൻഡൻസിന് മാർക്ക് ഉണ്ട്, അറിയാലോ, 10 മാർക്ക്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുക്കും, അപ്പൊ അത് ശ്രദ്ധിക്കാം. ദെൻ 2 എക്സാം ഉണ്ടാവും, സീരീസ് എക്സാം, 25 മാർക്കാണ് അതിനുണ്ടാവുക. പിന്നെ അസൈൻമെന്റ്, നിങ്ങളുടെ KTU തന്നെ പറയുന്നത് അസൈൻമെന്റ് റിട്ടേൺ അസൈൻമെന്റ് ആയിട്ടോ, ക്വിസ് പ്രോഗ്രാം ആയിട്ടോ, കോഴ്സ് പ്രൊജക്റ്റ് ആയിട്ടോ, എക്സാം ആയിട്ടോ എങ്ങനെ നമുക്ക് കൊടുക്കാം, അത് സ്റ്റാഫിന്റെ ഇഷ്ടമാണ്. അപ്പൊ അതിന് 15 മാർക്കാണ്. അത് മിനിമം 2 മാക്സിമം 3 ആവാം. അപ്പൊ നമുക്കൊരു 2-3 അസൈൻമെന്റ് നമുക്കും ഉണ്ടാവും. ഇതാണ് ഇന്റേണൽ ഇവാലുവേഷന്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് എക്സ്റ്റേണൽ ഇൻ സെമസ്റ്റർ എക്സാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പാർട്ട് A പാർട്ട് B ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ പഠിക്കാൻ വേണ്ടി റെഫർ ചെയ്യുമ്പോൾ പുസ്തകം എടുക്കുന്ന ഒരു ശീലം എൻ്റെ മക്കൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഉണ്ടതാണെങ്കിൽ ഒരു ശീലം നല്ല കേട്ടോ, എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാം. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്ന പറഞ്ഞാല് വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഓക്കെ, മുഹമ്മദ് റാഷിദ് CT അവിടെ ഉണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ആക്കിയേ. മുഹമ്മദ് റാഷിദ് CT. ഗുഡ് മോർണിംഗ്. എവിടെ, വീട്ടിൽ തന്നെ അല്ലേ? ചായ പിടിച്ചാ? ഓക്കെ, ഗുഡ്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോ. ഓക്കെ, ശരി. നമ്മള് റെഫറൻസ്, നിങ്ങൾ എപ്പോഴും ബുക്കുകൾ എടുക്കണം കേട്ടോ. കാരണം അത് ഒരു എഞ്ചിനീയർക്ക് നല്ല അത്യാവശ്യമുള്ള സാധനമാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. കാരണം നമ്മൾ ക്ലാസ്സിലുള്ളതിനേക്കാൾ ഒരുപാട് അറിവുകൾ ഒരുപാട് കിട്ടുന്ന പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ അതിലെ നിങ്ങളുടെ KTU പറയുന്ന അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് രഞ്ജൻജി എന്ന് പറയുന്ന, അതുപോലെ റാവു ബേസിക് ആൻഡ് അപ്ലൈഡ് സോയിൽ മെക്കാനിക്സ് ആണ്. പക്ഷെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെഫർ ചെയ്യുക, ഏറ്റവും നല്ലതെന്ന് പറയുന്ന എന്റെ അഭിപ്രായത്തിൽ ആ 2ാമത്തെ റെഫറൻസ് ആണ്, അറോറ. അങ്ങനെ സാധാരണ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അറോറനെ ബൈബിൾ ഓഫ് ജിയോടെക് എന്ന് പറയാം. അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, വളരെ സിമ്പിൾ വേർഡ്സിൽ എല്ലാ കാര്യങ്ങളും അറോറ എന്ന ബുക്കിലുണ്ട്. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എങ്ങനെയായാലും മതി. പിന്നെ ഞാൻ പറയാൻ മറന്നു, എല്ലാ തവണയും പോലെ നിങ്ങൾക്ക് ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം, ഒരു നോട്ട്ബുക്ക് എൻറ്റയർലി ഫോർ ജിയോടെക്. അത് നിങ്ങളുടെ നോട്ടായിരിക്കണം, ജിയോടെക്കിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ 6 സബ്ജക്റ്റും ഒരേ ബുക്കിൽ എഴുതരുത് കേട്ടോ. നോട്ട് എഴുതിയ ശീലം വേണം. നമ്മൾ ക്ലാസ് എടുക്കുന്ന കൂടെ തന്നെ ഞാൻ നോട്ട് ചെയ്തുള്ള സമയം തരും, അത് നമുക്ക് എഴുതി തന്നെ പോവാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ പുസ്തകത്തിന്റെ പേര് അറോറ, KR അറോറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറോറ KR, ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അറോറയുടെ ബുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. നമുക്ക് എങ്ങനെ തപ്പിയാലും സാധനം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ബുക്ക് പറ്റുന്നിടത്ത് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, കാരണം ഒരുപാട് സെമിസ്റ്ററുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സാധനം നല്ല ബുക്കാണ്, വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഈ നിങ്ങൾ ഈ ചില സ്ഥലത്തൊക്കെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നല്ല സാധനം തന്നെ, സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വില കുറച്ച് കിട്ടും. കോഴിക്കോടൊക്കെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
ഓക്കെ, പെരിന്തൽമണ്ണയും മലപ്പുറത്തൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കോഴിക്കോട് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പോവാറുണ്ട് അവിടെ, പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതാണ് അവിടെ നിന്ന്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അങ്ങനെ. നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിലുണ്ട്, അതേപോലെ മെയിൻ ലൈബ്രറിയിലൊക്കെ ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അതാണ് അറോറ കെ ആർ. ആ പേരൊന്ന് ടൈപ്പ് ചെയ്തേ ചാറ്റ് ബോക്സിൽ, എപ്പോഴെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ. അറോറ കെ ആർ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ ആ പേര്. ആ, അറോറ കെ ആർ, വെരി ഗുഡ്. ഗുഡ്. കെ ആർ അറോറ അല്ലെങ്കിൽ അറോറ കെ. എല്ലാവരും ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്യും, എല്ലാവരും ടൈപ്പ് ചെയ്യും, എല്ലാവരും ടൈപ്പ് ചെയ്യും. സഖി അവിടെ ഉണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ആക്കിയേ. സഖി, സഖി. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ രാവിലെ ചായ കുടിച്ചോ? രാവിലെ ചായ കുടിച്ചോന്ന് ഇല്ലേ? ചായ കുടിച്ചു. എന്തായിരുന്നു ഒന്ന് ചായക്ക് കടി? പുട്ട്. പുട്ട്. ഓക്കെ. എന്താണ് കറി? കടല. കടലക്കറി. ഓക്കെ, ശരി ശരി. ഓക്കെ, ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ. അപ്പൊ അറോറ കെ ആർ, അറോറ. ആ പേരുകൾ മറക്കരുത്. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ്, നല്ലൊരു ബുക്കാട്ടോ. വായിച്ച ആർക്കും മനസ്സിലാവും. നിങ്ങൾ ഈ പറഞ്ഞാൽ ഈ ചില ഫോറിൻ ഓതേഴ്സിന്റെ ഭയങ്കര കടുകട്ടിയൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ്. പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരുപാട് റെഫറൻസുകൾ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ KTU തന്നെ പറയുന്ന സിലബസിലുള്ള ഒരുപാട് റെഫറൻസുകൾ ഉണ്ട്. ഇതുപോലെ BM ദാസിന്റെ ഉണ്ട്, വെങ്കടരാമയ്യ, അതുപോലെ ടെർസാഗി. ഈ ടെർസാഗി ആ പേര് എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ടെർസാഗി ആ പേരും ടൈപ്പ് ചെയ്തേ. ആ പേര് ടെർസാഗി എന്നുള്ള പേര് എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ടെർസാഗി എല്ലാവരും ടൈപ്പ് ചെയ്തേ. ടെർസാഗി എന്ന് ടൈപ്പ് ചെയ്തേ. കാൾ ടെർസാഗി എന്ന് പറയാം. കെ ടെർസാഗി, കാൾ ടെർസാഗി. എല്ലാവരും ടൈപ്പ് ചെയ്തു. മുഹമ്മദ് നിഹാദ്, ഒന്ന് മൈക്കോണാക്കി. നിഹാദേ, മുഹമ്മദ് നിഹാദ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കണ്ട് ഉറക്കത്തൊന്നും എണീറ്റില്ല മോനെ. ഇപ്പോഴും കിടക്കപ്പായി തന്നെയാണോ? അല്ല, കിടന്ന് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, കാര്യം കണ്ടന്റ് ശ്രദ്ധിക്കുക. അതുപോലെ നോട്ടുകൾ എഴുതിയെടുക്കുക, അത് മറക്കരുത്. ഒരു പെന്നും എപ്പോഴും പിടിക്കുക. പറയുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ ടെർസാഗി ഞാൻ പറയാൻ കാരണം, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ടെർസാഗിയാണ്. ടെർസാഗി എന്ന വ്യക്തിയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആരാന്ന് വെച്ചാൽ കാൾ ടെർസാഗിയാണ്. ഇനി ഏറ്റവും രസകരമായ കാര്യം, ഇതിലെ ടെർസാഗിയെ പറ്റി ഏറ്റവും രസകരമായ കാര്യം, മൂപ്പര് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കാൾ ടെർസാഗി എന്ന് പറയുന്ന ടെർസാഗി എന്ന വ്യക്തി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. എന്നിട്ട് അയാൾ സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു സബ്ജക്റ്റായ ജിയോ ടെക്നിക്കലിന്റെ ഫാദറാണ്. എന്താ കാരണം എന്നറിയോ? അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. കാരണം ടെർസാഗിയുടെ വൈഫ്, അവരെ സിവിൽ എഞ്ചിനീയർ ആണ്. അവർക്കൊരു റിസർച്ചിന് വേണ്ടിയിട്ട്, ഒരു PhDയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടെർസാഗി ഹെൽപ്പ് ചെയ്തതാണ്.